എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സോയ വെച്ചിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഇത് സോയ ചൂടുവെള്ളത്തിൽ വേവിച്ച് നന്നായി പിഴിഞ്ഞ് വെച്ചതാണ്. വെള്ളം നന്നായിട്ട് പോകണം. പിന്നെ ഒരു സവാള, മീഡിയം സൈസ് സവാള നന്നായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ച് ചേർക്കാം, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ വേണ്ടത് ജീരകമാണ്. ജീരകം ഒരു 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മല്ലിയില നല്ലോണം വേണം. പിന്നെ വേണ്ടത് തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി. ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയ്ക്ക് പകരം നമുക്ക് പുളിയും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ നാരങ്ങയാണ് എടുക്കുന്നത്. പിന്നെ എണ്ണ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗ്രീൻ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, മല്ലിയില, പിന്നെ തേങ്ങ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത്, അതായത് വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ആ രീതിയിലാണ് അരയ്ക്കേണ്ടത്. തേങ്ങ കൂടെ അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ നമ്മൾ മസാല ഇടുമ്പോൾ കൂടെ തേങ്ങ ഇട്ടാലും മതി. പക്ഷെ ഞാനിവിടെ തേങ്ങ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നു. അപ്പം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടാവട്ടെ. ചൂടായ ശേഷം നമ്മൾ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അത് ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അത് സവാള നമുക്ക് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നന്നായിട്ട് കളർ മാറി ഒന്ന് കുക്കായാൽ മതി, അല്ലാതെ നല്ല ബ്രൗൺ ആയിട്ട് മാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാള നല്ല കളർ മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ ആ രീതിയിൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി മൂത്ത ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഗ്രീൻ മസാല ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല നല്ലോണം മൂത്ത് തുടങ്ങി. ഇനി നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇത് വലിയ സോയ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു സോയ ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ സോയ കിട്ടണമെന്ന് വെച്ചാൽ അത് വളരെ ചെറുതായിട്ടുള്ള ടൈപ്പ് കിട്ടും. അതാണെങ്കിൽ നിങ്ങൾക്ക് മുറിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെ മുറിച്ചിട്ടാൽ നന്നായിട്ട് മസാല ഉള്ളിലേക്ക് പിടിക്കും. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇടാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടിച്ചാൽ അത് നോക്കിയിട്ടിടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. വെള്ളം നന്നായിട്ട് വറ്റണം, നല്ല ഡ്രൈ ആയിട്ട് വരണം. നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിയും. നിങ്ങൾക്കൊന്ന് കുഴഞ്ഞ് കിട്ടണം ആ രീതിയിലാണെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. വീണ്ടും അടച്ച് വേവിക്കാം. മസാല നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് ഒഴിക്കാം. പുളിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പകരം പുളി ഉപയോഗിക്കാമെന്ന്. പക്ഷേ പുളി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മസാല അരയ്ക്കുന്ന ടൈമിൽ തന്നെ പുളി അതിൻ്റെ കൂടെ അരച്ചിട്ട് ചേർക്കണം. നാരങ്ങാനീരാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. നാരങ്ങാനീരിന് ചേർത്ത് നന്നായിട്ട് ഇളക്കണം, കാരണം എല്ലാ കഷ്ണങ്ങളിലും പുളി വരണം. അതിന് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.
അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.